ചിറയൻകീഴ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച അബ്ദുൽ ഖാദർ നാടകങ്ങളിലൂടെയായിരുന്നു തൻ്റെ കലാജീവിതം ആരംഭിച്ചത്. അന്ന് നാടക സ്റ്റേജിൽ നിറഞ്ഞാടിയ ആ ചെറുപ്പക്കാരൻ താമസിയാകെ സിനിമകളിലുമെത്തി. നാടകരംഗത്ത് നിന്നും വെള്ളിത്തിരയുടെ മാന്ത്രിക ലോകത്തേക്ക് ചുവടുവെച്ച ആ കലാകാരനെ കാത്തിരുന്നത് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന വലിയൊരു ഭാവിയായിരുന്നു. മരുമകൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹത്തിന് പ്രശസ്ത നടൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ ഒരു പേര് നൽകി. ആ പേര് പിന്നീട് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയുടെ സ്നേഹവും പ്രണയവുമായി മാറി. പ്രേം നസീർ. നസീർ എന്ന വാക്കിന് അതുവരെ ഉണ്ടായിരുന്ന അർത്ഥം മാറി. അത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യത്തിൻ്റെയും കാൽപ്പനികതയുടെയും പര്യായമായി മാറി. 60കളിലും 70കളിലും പ്രേം നസീർ മലയാള സിനിമയുടെ അതിശേദ്യനായ ഇതിഹാസമായി വളർന്നു. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിലൂടെ പുറത്തുവന്ന ഓരോ ഗാനവും മലയാളികൾ തങ്ങളുടെ സ്വന്തം വികാരമായി ഹൃദയത്തോട് ചേർത്തു പിടിച്ചു. KJ യേശുദാസിന്റെ ശബ്ദവും നസീറിന്റെ അഭിനയവും ചേർന്നപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ഗാനരംഗങ്ങളാണ്. മരങ്ങൾക്ക് ചുറ്റും ഓടിയും പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ പ്രണയം പറഞ്ഞും അദ്ദേഹം പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു. ഒരു ദിവസം തന്നെ 3ഉം 4ഉം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം പലപ്പോഴും വിശ്രമമില്ലാതെ ക്യാമറകൾക്ക് മുന്നിൽ ജീവിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തെ തേടിയെത്തിയത് ആ അർപ്പണബോധത്തിനും കഠിനാധ്വാനത്തിനുമുള്ള അംഗീകാരമായാണ്. നടി ഷീലയുമായി ചേർന്ന് അദ്ദേഹം സൃഷ്ടിച്ച താരജോഡി മലയാള സിനിമയിൽ ഇന്നും തകർക്കാനാവാത്ത മറ്റൊരു ലോക റെക്കോർഡായി നിലനിൽക്കുന്നു. മലയാള സിനിമയുടെ സുവർണകാലം എന്ന് പറയുന്നത് തന്നെ പ്രേം നസീർ എന്ന നായകന്റെ എണ്ണമറ്റ ഹിറ്റ് ചിത്രങ്ങളുടെ കാലമാണ്. മരുമകൾ എന്ന ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച ആ അഭിനയയാത്ര പിന്നീട് കണ്ടത് ബോക്സ് ഓഫീസുകളെ ഇളക്കിമറിച്ച ചരിത്ര വിജയങ്ങളാണ്. വെറുമൊരു പ്രണയനായകന്റെ മാത്രമല്ല താനെന്ന് ഇരുട്ടിന്റെ ആത്മാവ് എന്ന ക്ലാസിക് ചിത്രത്തിലൂടെ അദ്ദേഹം മലയാളികളെ ബോധ്യപ്പെടുത്തി. MT വാസുദേവൻ നായരുടെ രചനയിൽ P ഭാസ്കരൻ സംവിധാനം ചെയ്ത ആ ചിത്രത്തിലെ ഭ്രാന്തൻ വേലായുധൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്നു. 60കളിലെ മുറപ്പെണ്ണ്, കുഞ്ഞാലി മരക്കാർ തുടങ്ങിയ ബ്രഹ്മാണ്ഡ വിജയങ്ങൾക്ക് ശേഷം 70കളിൽ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമാ വ്യവസായത്തെ തൻ്റെ തോളിലേറ്റി നടക്കുകയായിരുന്നു. ഏകദേശം 400ഓളം സൂപ്പർ ഹിറ്റുകളും 50ഓളം മെഗാ ബ്ലോക്ക് ബസ്റ്ററുകളും സമ്മാനിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ വേറെയില്ല. CID നസീർ എന്ന ചിത്രത്തിലൂടെ ഒരു കുറ്റാന്വേഷകന്റെ പരിവേഷത്തിൽ അദ്ദേഹം പ്രേക്ഷകരെ ആവേശഭരിതരാക്കിയപ്പോൾ തിയേറ്ററുകൾ ഇളകിമറിയുകയായിരുന്നു. നദി, അഴകുള്ള സെലീന, നെല്ല് തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ 100 ദിനങ്ങൾ ആഘോഷിച്ചു. 40ലധികം സിനിമകളിൽ ഇരട്ട വേഷങ്ങളിലും 3 ചിത്രങ്ങളിൽ ട്രിപ്പിൾ റോളിലും അഭിനയിച്ച് അദ്ദേഹം പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി. നായികയായ ഷീലയുമായി ചേർന്ന് അദ്ദേഹം 110ഓളം സിനിമകളിലാണ് നായകനായി അഭിനയിച്ചത്. ജയനെ പോലുള്ള പുതിയ താരോദയങ്ങൾ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞില്ല. ജയനൊപ്പം നായാട്ട്, ലവ് ഇൻ സിംഗപ്പൂർ തുടങ്ങിയ ആക്ഷൻ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് 80കളിലും അദ്ദേഹം തൻ്റെ അതിശേദ്യമായ താരമൂല്യം നിലനിർത്തി. മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രമായ പടയോട്ടം പ്രേം നസീർ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായിരുന്നു. അതിലെ പ്രതികാരദാഹിയായ ഉദയൻ തമ്പുരാൻ എന്ന ശക്തമായ കഥാപാത്രം അദ്ദേഹത്തിന്റെ അതുവരെയുള്ള പ്രതിച്ഛായയെ തന്നെ തിരുത്തിക്കുറിക്കുന്നതായിരുന്നു. വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച വിട പറയും മുൻപേ എന്ന ചിത്രത്തിലെ മാധവൻകുട്ടി എന്ന കഥാപാത്രം ആ പ്രതിഭയുടെ മറ്റൊരു മുഖം തുറന്നുകാട്ടി. ആ അനശ്വര പ്രകടനത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ജൂറി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ജീവിച്ചിരിക്കുമ്പോൾ പുറത്തിറങ്ങിയ അവസാനത്തെ ശ്രദ്ധേയ ചിത്രമായ ധ്വനിയിലെ മനോഹരമായ പ്രകടനവും അദ്ദേഹത്തിന്റെ മരണശേഷം തിയേറ്ററുകളിലെത്തിയ വിസ്മയ ചിത്രമായ കടത്തനാടൻ അമ്പാടിയും ആ മഹാനടന്റെ ഹിറ്റ് ചിത്രത്തിലെ തിളങ്ങുന്ന അധ്യായങ്ങളായി മാറി. തലമുറകളെ ത്രസിപ്പിച്ച ആ ക്ലാസിക് ഹിറ്റുകൾ ഇന്നും മലയാളികളുടെ സിനിമാസ്വാദന ശീലങ്ങളുടെ ഏറ്റവും മനോഹരമായ ഓർമ്മപ്പെടുത്തലുകളാണ്. തിരശീലയിലെ നായകൻ മാത്രമല്ല, ജീവിതത്തിലും അദ്ദേഹം ഒരു യഥാർത്ഥ നായകനായിരുന്നു. തൻ്റെ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗം പാവങ്ങളെ സഹായിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി അദ്ദേഹം മാറ്റിവെച്ചു. ആരോടും പരിഭവങ്ങളില്ലാതെ എല്ലാവരോടും പുഞ്ചിരിയോടെ മാത്രം ഇടപെടുന്ന പ്രകൃതം അദ്ദേഹത്തെ സിനിമാ ലോകത്തെ അത്യപൂർവമായ ഒരു വ്യക്തിത്വമാക്കി മാറ്റി. തൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്കും ലൊക്കേഷനിലെ സാധാരണ തൊഴിലാളികൾക്കും അദ്ദേഹം നൽകിയ സ്നേഹവും ബഹുമാനവും ഇന്നും സിനിമാ ലോകത്ത് വലിയൊരു പാഠമായി അവശേഷിക്കുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം തൻ്റെ വേരുകൾ മറന്നില്ല. കേരളമൊട്ടാകെ അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാറായി കണ്ടപ്പോൾ ചിറയൻകീഴിലെ നാട്ടുകാർക്ക് അദ്ദേഹം എപ്പോഴും സ്നേഹം നിറഞ്ഞ അവരുടെ സ്വന്തം അബ്ദുൽ ഖാദർ ആയിരുന്നു.
കാലം മുന്നോട്ട് പോവുകയും സിനിമയുടെ സാങ്കേതിക വിദ്യകളും കഥാപരിസരങ്ങളും ഏറെ മാറുകയും ചെയ്തു. എന്നാൽ പ്രേം നസീർ എന്ന പ്രതിഭാസം ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒട്ടും മങ്ങാതെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ സവിശേഷമായ ശരീരഭാഷയും കുസൃതി നിറഞ്ഞ ചിരിയും പ്രണയഭാവങ്ങളും പുതിയ തലമുറയ്ക്ക് പോലും ഒരു അത്ഭുതമാണ്. 1989 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും മലയാള സിനിമയുടെ ചരിത്രം ഉള്ളിടത്തോളം കാലം ആ നിത്യഹരിത നായകൻ അനശ്വരനായി തുടരും. ഓരോ പഴയ മലയാളം പ്രണയഗാനം കേൾക്കുമ്പോഴും നമ്മളറിയാതെ ആ സുമുഖനായ കലാകാരന്റെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അദ്ദേഹം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. യഥാർത്ഥത്തിൽ ഒരു സിനിമയേക്കാൾ മനോഹരമായിരുന്നു പ്രേം നസീർ എന്ന മഹാകലാകാരന്റെ ജീവിതം.